പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജെറമിയ 17:7-8 തിരുവചനങ്ങൾ പറയുന്നു: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ ആറ്റുനീരത്ത് നട്ട മരം പോലെയാണ്. അതിൻ്റെ ഇലകൾ പച്ചയായിരിക്കും. അതിന് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയും. അവന് എന്നും ഐശ്വര്യമുണ്ടാകും. അവൻ്റെ പ്രത്യാശ ദൈവമായിരിക്കും. ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് നമ്മോട് അരുളി ചെയ്യുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതരാണ് എന്ന്. അവനെ ഉപമിച്ചിരിക്കുന്നത് ആറ്റുതീരത്ത് നട്ട മരത്തോടാണ്. അതിൻ്റെ ഇലകൾ പച്ചയായിരിക്കും. അതിന് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കും. മനുഷ്യരായ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഐശ്വര്യമുണ്ടാകും. നാം ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്ക് ഐശ്വര്യമുണ്ടായാൽ, സാമ്പത്തികമായ ഭദ്രതയുണ്ടായാൽ, നാം നമ്മിൽ തന്നെ ആശ്രയിക്കുന്നവരും അഹങ്കാരികളും സ്വാർത്ഥരും ആയി മാറുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പ്രഭാഷകൻ 10:12 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നും അകലുന്നു. കർത്താവിൽ നിന്നും അകലുന്ന വ്യക്തിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ അംഗീകരിക്കുവാനോ അവർക്ക് നന്മകൾ ചെയ്യുവാനോ സാധിക്കാതെ സ്വാർത്ഥമതികളായി മാറുകയും ചെയ്യുന്നു. 1 കൊറിന്തോസ് 4:7 വിശുദ്ധ പൗലോസ്ലീഹ ചോദിക്കുന്നു, നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് ഉള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ സഹോദരങ്ങളെയും സ്നേഹിക്കും എന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് എന്ന് വചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിൽ ആശ്രയിക്കുന്നവൻ കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കും. വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമുക്ക് സാധിക്കും. മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ദൈവം നൽകിയ സമ്പത്തും ആരോഗ്യവും കഴിവുകളും സമയവുമെല്ലാം മറ്റുള്ളവർക്കും കൂടി ഉപകരിക്കത്തക്കവണ്ണം പങ്കുവെക്കാനുള്ളതാണ്. അതിന് നമ്മെ സഹായിക്കുന്നത്, ആ ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടതയും അഹങ്കാരവും സ്വാർത്ഥതയും എല്ലാം നിറഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ഈ ദുഷ്ടതയെല്ലാം അല്ലെങ്കിൽ നമ്മുടെ പാപമാലിന്യങ്ങളെല്ലാം നീക്കി മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ട് അവരെ സഹായിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6:63 തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നത്. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെടുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.